അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള ഇസ്ലാമിക് ന്യൂസ് ടൈമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. വാർത്തകളുമായി ദുബായിൽ നിന്നും PM കുട്ടി കൊടിഞ്ഞി. പ്രധാന വാർത്തകൾ. ധാർമ്മികതയുടെ നിലനിൽപ്പിന് മാധ്യമങ്ങളുടെ പങ്ക് നിസ്തൂലം. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ദാറുൽ ഹുദ ആസാം കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. സമസ്ത സ്കൂൾ വർഷ പൊതുപരീക്ഷ മാർച്ച് 28 മുതൽ 10,001 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. സാമൂഹിക ധാർമ്മികത നിലനിർത്താനും നിലപാടുകളെ ക്രമീകരിക്കുന്നതിലും മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. സ്വാഭാവികമായി പരിവർത്തനം ഉണ്ടായിത്തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നല്ല കാര്യങ്ങൾ എഴുതുക. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പല വിധത്തിലും നമ്മുടെ യുവാക്കളും സമൂഹവും തെറ്റിലേക്ക് നാം അറിയാതെ തന്നെ ചെന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നാം പലതും ഇവിടെ പറയാൻ നമുക്ക് ധാരാളമായി ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കൂട്ട ബലാത്സംഗം, അതേപോലെ തന്നെ ആളുകൾക്ക് പട്ടാപ്പകൽ പോലും ഇറങ്ങി നടക്കുവാൻ ഭയപ്പെടേണ്ട ഒരു കാലഘട്ടം. അതുപോലെ സ്ത്രീകളെ പീഡനം, ഇതിൽ നിന്നെല്ലാം തന്നെ മനുഷ്യനെ പിന്തിരിക്കുവാനും മോചിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും ഇങ്ങനെയുള്ള നല്ല നല്ല സാഹിത്യ പ്രസിദ്ധീകരണങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിത്യത്തിനും സാഹിത്യ പ്രസിദ്ധീകരണങ്ങൾക്കും കവികൾക്കും വളരെയധികം മഹത്വം നൽകിയത്. കഅബ് ബനു സുഹൈർ റളിയല്ലാഹു അൻഹു ഇന്ന റസൂലല്ലാഹി സൈഫുൻ യസ്തളാഉ ബിഹി മുഹമ്മദൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലുള്ള ഈരടികൾ പാടിയപ്പോൾ ആ കവി സാമ്രാട്ടിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ചു. അതിലൂടെ തന്നെ ഇസ്ലാം ഇങ്ങനെയുള്ള സാഹിത്യ പ്രസിദ്ധീകരണങ്ങൾക്കും സാഹിത്യകാരന്മാർക്കും വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട്, പദവി നൽകുന്നുണ്ട് എന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സത്യധാര ഗൾഫ് എഡിഷന്റെ പ്രകാശനം നിർവഹിച്ച് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ സാമൂഹിക സാംസ്കാരിക പ്രമുഖരുടെയും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരുടെയും തിങ്ങി നിറഞ്ഞ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. സത്യധാര മാനേജിംഗ് ഡയറക്ടർ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഹാമിദ് കോയമ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. പത്മശ്രീ MA യൂസുഫ് അലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുഖ്യ പ്രഭാഷണം നടത്തി. ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഗൾഫ് സത്യധാരയെ പരിചയപ്പെടുത്തി. പത്മശ്രീ BR ഷെട്ടി, പുത്തൂർ റഹ്മാൻ, P ബാവ ഹാജി, യഹ്യ തളങ്കര, ഇബ്രാഹിം എളേറ്റിൽ തുടങ്ങിയവരും വിവിധ GCC രാജ്യം പ്രതിനിധീകരിച്ച് മുനീർ കാളാവ് ഖത്തർ, അബ്ദുറഹ്മാൻ ആജി, അഷ്റഫ് കാലിൽ, നൌഷാദ് വാണിമേൽ ബഹ്റൈൻ, റഫീഖ് ചിറ്റാരിപ്പറമ്പ്, ഇസ്മായിൽ മൂന്നൂർ ഒമാൻ, ഷംസുദ്ദീൻ ഫൈസി കുവൈത്ത്, അബൂബക്കർ ഫൈസി ചമങ്ങാട് സൗദി അറേബ്യ എന്നിവർ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനമായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാമത് ഓഫ് ക്യാമ്പസിന് അസാമിൽ പോർബട്ട ജില്ലയിലെ വൈഷ വില്ലേജ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ദാറുൽ ഹുദ നാഷണൽ പ്രൊജക്ട് ചെയർമാൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് ദാറുൽ ഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ നബിയുടെ സാന്നിധ്യത്തിൽ ഞായറാഴ്ച രാവിലെ ചടങ്ങിന് ശിലാകർമ്മം നിർവഹിച്ചത്. കേരളത്തിന് പുറത്ത് ദാറുൽ ഹുദ നിർമ്മിക്കുന്ന മൂന്നാമത് കേന്ദ്രമാണ് അസാമിലേത്. നേരത്തെ ആന്ധ്രാപ്രദേശിൽ ചിറ്റൂരിലും പൊങ്കന്നൂരിലും പശ്ചിമ ബംഗാളിലെ ജില്ലയിലെ ബിംബൂരിലും നേരത്തെ ഓരോ കേന്ദ്രങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിനു പുറമെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നേപ്പാളിൽ നിന്നുമുള്ള 350ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ തന്നെ മലപ്പുറം ജില്ലയിലെ ചമ്മാട് സ്ഥിതി ചെയ്യുന്ന ദാറുൽ ഹുദ പ്രധാന ക്യാമ്പസിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അസാം കേന്ദ്രം പ്രവർത്തന സജ്ജമാകുന്നതോടെ അസാമിന് പുറമെ അയൽ സംസ്ഥാനങ്ങളായ സിക്കിം, അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, മണിപ്പൂർ, ബീഹാർ തുടങ്ങിയവർക്കും ഇതിന് ഗുണഫലങ്ങളുണ്ടാകുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പദ്ധതിയായ വിഷൻ 15ന്റെ ഭാഗമായുള്ള ജില്ലാ ക്യാമ്പസ് മീറ്റ് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി KA റഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു.
ജില്ലയിലെ ക്യാമ്പസുകളിൽ നടപ്പാക്കുന്ന SIT പദ്ധതിക്ക് രൂപം നൽകി. ക്യാമ്പസ് ന്യൂസ് ലെറ്റർ, ക്യാമ്പസ് ഇൻസൈഡർ ലോഗോ പ്രഭാഷണം നിർവഹിച്ചു. ഹസൻ സഖാഫി പൂക്കട്ടൂർ അധ്യക്ഷത വഹിച്ചു. പോരിടങ്ങളിൽ സ്വാഭിമാനം എന്ന പ്രമേയവുമായി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സംഘടിപ്പിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിന് കാസർഗോഡ് ജില്ലയിൽ സമാപനം കുറിച്ചു നടന്ന കൗൺസിൽ മീറ്റിൽ 2013-2015 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. താജുദ്ദീൻ ദാരിമി പന്നട പ്രസിഡന്റും റഷീദ് വെളിഞ്ചം ജനറൽ സെക്രട്ടറിയും ആഷിം ദാരിമി മേലാടി ട്രഷററുമായ കമ്മിറ്റിയിൽ സുഹൈൽ അസ്അരി പളങ്കാട് വർക്കിംഗ് സെക്രട്ടറിയും ആരിസ് ദാരിമി ബദിര, CP സെയ്ദു മൗലവി ചെറുക്കള, സലാം ഫൈസി പേരാൾ എന്നിവർ വൈസ് പ്രസിഡന്റുമാരും, ഹമീദ് ഫൈസി കൊല്ലമ്പടി, മുനീർ ഫൈസി ഇടിയക്ക, MPK പുളങ്കാവ് സെക്രട്ടറിമാരും, മുഹമ്മദ് അലി കോട്ടപ്പുറം, ഷമീർ മൗലവി എന്നിവർ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരുമാണ്. കാന്തപുരം കൊണ്ടുവന്ന വ്യാജ കേശത്തിൻ്റെ പേരിൽ നടപ്പാക്കുന്ന ആത്മീയ ചൂഷണത്തിനനുകൂലമായി ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ തെറ്റായ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ വാഗ്ദാന ലംഘനത്തിനും വഞ്ചനയ്ക്കുമെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും വ്യാജകേശ പ്രശ്നത്തിൽ വിജയം കാണും വരെ മുഴുവൻ പ്രവാചക സ്നേഹികളെയും അണിനിരത്തി നാടെങ്ങും സമരപരമ്പരകൾ തീർക്കുമെന്നും സമസ്ത നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. അത് തിരുത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് തന്നതാണ് കുഞ്ഞാലി സാഹിബ്. അത് 2 ആഴ്ച കൊണ്ട് തിരുത്താൻ 2 മാസം വെയിറ്റ് ചെയ്തു. ഇനി വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി തിരുത്തി കൊടുക്കുന്നവരെ ഗവൺമെന്റിനെതിരെയാണ്, ഗവൺമെന്റിന്റെ വഞ്ചനാത്മകവും ഈ നീതി നിഷേധത്തിലും അധിഷ്ഠിതമായ ഈ നീക്കത്തിനെതിരെയാണ് സമരം. ഈ കേരളത്തിലുടനീളം നടന്ന് പരസ്യമായി പണം പിരിച്ചിട്ട് 5 പൈസ പിരിച്ചിട്ടില്ല എന്ന് കേരളത്തിൻ്റെ AG കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്ന വിധത്തിലുള്ള കളവുകളുമായിട്ട് അത് പരസ്യമായി അതിൽ ഉറച്ചു നിന്ന് ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് തിരുത്തേണ്ടി വരുന്ന ഉറച്ച വിശ്വാസമാണ്. പ്രതിഷേധ പരമ്പരകളുടെ ആദ്യഘട്ടമായി വരുന്ന വ്യാഴാഴ്ച മാർച്ച് 28 വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് പ്രതിഷേധ സംഗമം തീർക്കും. തുടർന്ന് വിവിധ ഘട്ടങ്ങളിലായി കളക്ടറേറ്റിലേക്കും മുഖ്യമന്ത്രിയുടെ ബസിലേക്കും മാർച്ചുകൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വടകര സ്വദേശി UC അബു എന്ന പൊതുപ്രവർത്തകൻ ഹൈക്കോടതിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും കേരള ആഭ്യന്തര വകുപ്പിനെയും എതിർകക്ഷികളാക്കി നൽകിയ റിട്ടഡ് ഹർജിയിലാണ് സർക്കാർ കള്ള സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇത് പിൻവലിക്കണമെന്നും സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം അനുബന്ധ സത്യവാങ്മൂലം നൽകണമെന്നും ആവശ്യപ്പെട്ട് ജനുവരി 31 കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ SKSF പ്രവർത്തകർ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. ഇതിനിടയിലാണ് പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി രംഗത്തു വന്നു സർക്കാരുമായി ചർച്ച നടത്തിയത്. ചർച്ചയിൽ ഉന്നയിച്ച 8 ആവശ്യങ്ങൾ മിക്കവാറും സർക്കാർ അംഗീകരിച്ചു. അനുബന്ധ സത്യവാങ്മൂലം 15 ദിവസത്തിനകം നൽകുമെന്നും സർക്കാർ ഉറപ്പ് നൽകി. പക്ഷേ 1 മാസം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. കഴിഞ്ഞ മാർച്ച് 4 പ്രക്ഷോഭം പുനരാരംഭിക്കാൻ സംഘടനാ യോഗം വിളിച്ചു ചേർക്കുകയും തലേദിവസം രാത്രി തന്നെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വീണ്ടും ഇടപെടുകയും അഡീഷണൽ അഫിഡവിറ്റിൻ്റെയും അന്വേഷണത്തിൻ്റെയും എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ടെന്നും ADGP സെൻകുമാറിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. എന്നാൽ ഇതുവരെ ഒന്നും നടന്നില്ല. അന്വേഷണത്തിന് ഉത്തരവിടുക പോലും ചെയ്തിട്ടില്ല. സർക്കാരിൻ്റെ വാഗ്ദത്ത ലംഘനത്തിനും വഞ്ചനയ്ക്കുമെതിരെ ബഹുമാനനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സമ്മതത്തോടെയാണ് ഇപ്പോൾ പ്രക്ഷോഭം സംഘടിപ്പിക്കപ്പെടുന്നതെന്നും എന്തെങ്കിലും വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് പ്രക്ഷോഭരംഗത്തുനിന്ന് പിന്മാറില്ലെന്നും വിവിധ ലേഖകരുടെ ചോദ്യത്തിന് മറുപടിയായി നേതാക്കൾ വ്യക്തമാക്കി. ഒരിടവേള. പ്രവാസ ലോകത്ത് സത്യത്തിന്റെ സന്ദേശവുമായി ഗൾഫ് സത്യധാര മാസിക ഇപ്പോൾ ഗൾഫ് നാടുകളിലും. കുടുംബങ്ങളിൽ ഇസ്ലാമിന്റെ നേർവായനയുടെ വെളിച്ചം വീശാൻ, സത്യത്തിന്റെ സർഗാത്മക വായന സമ്മാനിക്കുവാൻ ഒരു ഉത്തമ പ്രസിദ്ധീകരണം ഗൾഫ് സത്യധാര. വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകം പങ്ക്തികൾ. കൂടുതൽ വിവരങ്ങൾക്കും വരിക്കാരാവുന്നതിനും വിളിക്കൂ 00971 555 301058. ഗൾഫ് സത്യധാര മാസിക ഇപ്പോൾ എല്ലാ ഗൾഫ് നാടുകളിലും ലഭ്യം. വാർത്തകൾ തുടരുന്നു. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് സ്കൂൾ വർഷ കലണ്ടർ പ്രകാരം നടത്തുന്ന പൊതുപരീക്ഷ ഈ വരുന്ന മാർച്ച് 28, 30, 31 തീയതികളിൽ നടക്കും. 10,001 വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷയിൽ പങ്കെടുക്കുക. 5ാം തരത്തിൽ
168 സെൻറ്ററുകളിലായി 2835 ആൺകുട്ടികളും 2528 പെൺകുട്ടികളും ഉൾപ്പെടെ 5363 കുട്ടികളും. ഏഴാം തരത്തിൽ 120 സെൻറ്ററുകളിലായി 1873 ആൺകുട്ടികളും 1808 പെൺകുട്ടികളും ഉൾപ്പെടെ 3681 കുട്ടികളും. പത്താം തരത്തിൽ 37 സെൻറ്ററുകളിലായി 437 ആൺകുട്ടികളും 483 പെൺകുട്ടികളും ഉൾപ്പെടെ 926 കുട്ടികളും. പ്ലസ് ടു ക്ലാസ്സുകളിൽ 4 സെൻറ്ററുകളിലായി 15 ആൺകുട്ടികളും 16 പെൺകുട്ടികളും ഉൾപ്പെടെ 31 കുട്ടികൾ അടക്കം 10,001 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കിരിക്കും. 2012 5ാം ക്ലാസ്സിൽ 150, 7ാം ക്ലാസ്സിൽ 114, 10ാം തരത്തിൽ 35, പ്ലസ് ടുവിൽ 6 സെൻറ്ററുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം 5ാം തരത്തിൽ 168, 7ാം തരത്തിൽ 120, 10ാം തരത്തിൽ 37, പ്ലസ് ടുവിൽ 4 24 സെൻറ്ററുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഹജ്ജ് അപേക്ഷാ ഫോറം സ്വീകരിക്കുന്ന സമയപരിധി മാർച്ച് 30 വരെ അപേക്ഷകൾ സ്വീകരിക്കാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി. നേരത്തെ അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന ദിനം ബുധനാഴ്ചയായിരുന്നു. തീർത്ഥാടകരുടെ സൗകര്യം കണക്കിലെടുത്താണ് സമയപരിധി നീട്ടുന്നതെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. സമയപരിധി നീട്ടിയതോടെ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ പൊതുവിഭാഗക്കാരുടെ അപേക്ഷ നേരിട്ട് വാങ്ങുന്നത് വ്യാഴാഴ്ച നിർത്തും. ബുധനാഴ്ച പൊതുവിഭാഗക്കാരുടെ അപേക്ഷകളും ഹജ്ജ് ഹൗസിൽ സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി EC മുഹമ്മദ് പറഞ്ഞു. സ്കോട്ട്ലാൻഡിലെ അബർദനിൽ സയ്യിദ് ഷാ മുസ്തഫ മസ്ജിദിൽ മതിയായ സൗകര്യമില്ലാത്തതിനാൽ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമൊരുക്കിയ തൊട്ടടുത്ത സെൻറ്റ് ജോസഫ് ബിഷപ്പ് ചർച്ച് മുസ്ലിം നേതാക്കളുടെ അഭിനന്ദനം. ഇന്ത്യൻ വംശജനായ ഇസാഖ് പൂബാലിൻ്റെ നേതൃത്വത്തിൽ പള്ളി ഇമാം അഹമ്മദ് മഗ്രിബിക്കും സംഘത്തിനും ചർച്ചിൻ്റെ പ്രധാന ഭാഗങ്ങൾ തന്നെ നിസ്കാരത്തിന് തുറന്നുകൊടുത്തത്. ബ്രിട്ടനിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു സംഭവം. വിഷയം നേരത്തെ തന്നെ ആഗോള മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഇന്ത്യയിൽ ഇസ്ലാമിനെ കണ്ടും പരിചയിച്ചും വളർന്ന അർബദീന് ഇരു മതങ്ങൾക്കിടയിൽ വേർതിരിവ് ഇല്ലാതാക്കാനാണ് സഹായമായിട്ടുണ്ട്. പ്രാർത്ഥന ഒരിക്കലും തെറ്റല്ല. ജനങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയാണ് എൻ്റെ ജോലി. കാറ്റിലും മഴയിലും പള്ളിക്ക് പുറത്ത് ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്, ഇസാഖ് പുബാലൻ പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി സുന്നി കൗൺസിൽ GCC തല അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നു. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അബുദാബിയിലാണ് പ്രഖ്യാപനം നടത്തിയത്. ഉപദേശക സമിതി ചെയർമാനായി പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ജനറൽ കൺവീനറായി സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, ഉപദേശക സമിതി അംഗങ്ങളായി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, കൂട്ടുമല TM ബാപ്പു മുസ്ലിയാർ, ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി, അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവ്, ഓണംപള്ളി മുഹമ്മദ് ഫൈസി എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കോർഡിനേറ്റർമാരായി മുഹമ്മദ് തൊയ്യിബ് ഫൈസി UAE, അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM കുട്ടി ഫൈസി അച്ചൂർ UAE, സയ്യിദ് പുക്കോയത്തങ്ങൾ, സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ, ഹംസ ആജി മൂന്നിയൂർ, ഷുഐബ് തങ്ങൾ UAE, ഇസ്മായിൽ കുഞ്ഞുഹാജി, അബ്ദുള്ള മുസ്ലിയാർ പുറങ്ങ്, ഇബ്രാഹിം ദാരിമി ഒമാൻ, അബൂബക്കർ കാസിമി, മുനീർ കളാവ്, മുഹമ്മദ് അലി കാസിമി ഖത്തർ, കുഞ്ഞു മുഹമ്മദ് ആജി, അബ്ദുൽ വാഹിദ് കൂടല്ലൂർ, ഉമറുൽ ഫാറൂഖ് ഹുദവി ബഹ്റൈൻ, ഷംസുദ്ദീൻ ഫൈസി, അബ്ദുസലാം മൗലവി വാണിയൂർ, ഇല്യാസ് മൗലവി കുവൈത്ത്, അബ്ദുസലാം ഫൈസി ഒളവട്ടൂർ, അബൂബക്കർ വൺമനാട്, അബ്ദുറഹ്മാൻ മൗലവി മലയമ്മ സൗദി അറേബ്യ എന്നിവരെയാണ് കോർഡിനേറ്റർമാരായി തിരഞ്ഞെടുത്തത്. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ നടന്ന GCC സംഗമം സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. UAE സുന്നി കൗൺസിൽ പ്രസിഡന്റ് സയ്യിദ് PP പൂക്കോയത്തങ്ങൾ അധ്യക്ഷനായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധാർമ്മികതയുടെ നിലനിൽപ്പിന് മാധ്യമങ്ങളുടെ പങ്ക് നിസ്തൂലം. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ദാറുൽ ഹുദ ആസാം കേന്ദ്രത്തിന് തറക്കല്ലിട്ടു. സമസ്ത സ്കൂൾ വർഷ പൊതുപരീക്ഷ മാർച്ച് 28 മുതൽ 10,001 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ചിത്രങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. വിലാസം www.sunnivision.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.